ലോൺ ആപ്പ് തട്ടിപ്പിൽ ഇ.ഡി. അറസ്റ്റ് ചെയ്ത മലയാളികളുടെ അക്കൗണ്ടുകളിൽ എത്തിയത് 718 കോടി. കോഴിക്കോട് സ്വദേശി സയ്യിദ് മുഹമ്മദ് 289 ബാങ്ക് അക്കൗണ്ടും ഫോർട്ട് കൊച്ചി സ്വദേശി നിതിൻ വർഗീസ് 190 അക്കൗണ്ടും തട്ടിപ്പ് സംഘത്തിന് കൈമാറിയെന്ന് കസ്റ്റഡി അപേക്ഷയിൽ. അക്കൗണ്ടുകൾ നൽകിയ വകയിൽ ഇരുവർക്കും 2,70,00,000 രൂപ കമ്മീഷൻ ലഭിച്ചു. 115 കോടി രൂപ ക്രിപ്റ്റോ ഇടപാടുകൾക്കായി നിക്ഷേപിച്ചെന്നും കണ്ടെത്തൽ. വലിയ വിവരങ്ങൾ, തട്ടിപ്പിന്റെ വലിയ വിവരങ്ങൾ, കോടികളുടെ കണക്കുകളാണ് പുറത്തുവരുന്നത്. രണ്ടുപേർക്കും 2,70,00,000 രൂപ ലഭിച്ചു കമ്മീഷനായിട്ട്. അതിനപ്പുറത്തേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി കൊടുത്തതിനാണ് ഇത്രയധികം 289 ബാങ്ക് അക്കൗണ്ടുകളാണ് ഉണ്ടാക്കി കൊടുത്തത് രണ്ടുപേരും ചേർന്ന്. ശരൺ ചേരുന്നുണ്ട്. ശരൺ, എങ്ങനെയാണ് ഇവരിലേക്ക് എത്തിയത്? ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ കസ്റ്റഡി അപേക്ഷയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ ഇ.ഡി. പുറത്തുവിട്ടിരിക്കുന്നത്. നേരത്തെ ഈ ലോൺ ആപ്പ് തട്ടിപ്പിലൂടെ കോടികൾ നേടിയെടുത്തു, അതായത് 1,600 കോടി നേടിയെടുത്തെന്നും ഈ തുക ഷെൽ കമ്പനികളിലേക്ക് എത്തിച്ച് വെളുപ്പിച്ച ശേഷം വിദേശത്തേക്ക് കടത്തിയെന്നുള്ളതായിരുന്നു ഇ.ഡിയുടെ കണ്ടെത്തൽ. ഇതിൽ തന്നെ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തമിഴ്നാട് സ്വദേശികളായ 4 പേരെ ഇ.ഡി അറസ്റ്റ് ചെയ്തിരുന്നതാണ്. പ്രധാനമായും അവരുടെ പേരിലാണ് ഈ ഷെൽ കമ്പനികൾ രജിസ്റ്റർ ചെയ്തത്. അതിന് പിന്നാലെ കൂടിയാണ് ഈ അക്കൗണ്ടുകൾ തരപ്പെടുത്തി നൽകിയ മലയാളികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്കും ഇ.ഡി നീങ്ങിയിരുന്നത്. പ്രധാനമായും മ്യൂൾ അക്കൗണ്ടുകൾ, അതായത് ആരുടെങ്കിലും ഒക്കെ പേരിലുള്ള അക്കൗണ്ടുകൾ വാടകയ്ക്കെടുത്ത് അതുവഴി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതാണ് ഈ മ്യൂൾ അക്കൗണ്ടുകൾ. അങ്ങനെ മ്യൂൾ അക്കൗണ്ടുകൾ തരപ്പെടുത്തി നൽകിയ 2 മലയാളികളെയാണ് ഇ.ഡി അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കോഴിക്കോട് സ്വദേശി സയ്യിദ് മുഹമ്മദ്, ഫോർട്ട് കൊച്ചി സ്വദേശിയായ നിതിൻ വർഗീസ്. ഇവരുടെ കസ്റ്റഡി അപേക്ഷ, ഇവരുടെ 4 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നുള്ള ആവശ്യമാണ് കോടതിയിൽ ഇ.ഡി മുന്നോട്ട് വെച്ചിരുന്നത്. അങ്ങനെ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചപ്പോഴാണ് ഇവർ എത്രത്തോളം തുകയാണ് തട്ടിയെടുത്തതെന്നുള്ളത് വ്യക്തമാകുന്നത്. ഇ.ഡി അറസ്റ്റ് ചെയ്ത മലയാളികളുടെ അക്കൗണ്ടുകളിലേക്ക് 718 കോടി രൂപ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഇ.ഡി പറയുന്നത്. ഈ കോഴിക്കോട് സ്വദേശിയായ സയ്യിദ് മുഹമ്മദ് തട്ടിപ്പ് സംഘത്തിന് നൽകിയത് 289 മ്യൂൾ അക്കൗണ്ടുകളാണ്. ഇതുവഴി 377 കോടിയുടെ ട്രാൻസാക്ഷൻസ്, അതായത് സാമ്പത്തിക ഇടപാടുകളാണ് നടന്നിരിക്കുന്നത്. ഇതിന് പ്രതിഫലം എന്നോണം ഇയാൾക്ക് ലഭിച്ചത് 2 കോടി രൂപയാണെന്നും ഇ.ഡി പറയുന്നുണ്ട്. ഒപ്പം തന്നെ നിതിൻ വർഗീസ് 190 അക്കൗണ്ടുകളാണ് തട്ടിപ്പ് സംഘത്തിന് കൈമാറിയിരുന്നത്. അതിലൂടെ 341 കോടിയുടെ ട്രാൻസാക്ഷൻ നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പ്രതിഫലമായി ഇയാൾക്ക് 70 ലക്ഷം രൂപ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അക്കൗണ്ടുകൾ നൽകിയ വകയിൽ മാത്രം ഇരുവർക്കുമായി ലഭിച്ച കമ്മീഷൻ എന്ന് പറയുന്നത് 2,70,00,000 കസ്റ്റഡി അപേക്ഷയിൽ ഇ.ഡി പറയുന്നത്. ഒപ്പം തന്നെ 115 കോടി രൂപ നേരത്തെ തട്ടിയെടുത്ത 341 കോടിയിൽ 115 കോടി രൂപ ക്രിപ്റ്റോ ഇടപാടുകൾക്കായി നിക്ഷേപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കമ്മീഷൻ തുക ഉപയോഗിച്ച് ഇരുവരും ചേർന്ന് മൈസൂരിൽ റിസോർട്ട് വാങ്ങി എന്നുള്ളതും കസ്റ്റഡി അപേക്ഷയിൽ ഇ.ഡി പറയുന്നുണ്ട്. എന്തായാലും 4 ദിവസത്തേക്ക് ഇപ്പോൾ ഇ.ഡി കസ്റ്റഡിയിൽ കല്ലൂർ PMLA കോടതി വിട്ടിട്ടുണ്ട് പ്രതികളെ. ശരി.